ഒരു വീക്ക് ഹാർട്ട്. എന്റെ ഉള്ളത് പണം. ഇത് മൂന്നും കൂടി ചേർന്നപ്പോ നടന്നത് ഒരു ഓപ്പറേഷൻ. അതിന് എന്നോട് മാത്രമായിട്ട് നന്ദി പറഞ്ഞിട്ട് എന്താ കാര്യം? അതല്ല സാർ, 1.5 ലക്ഷം രൂപ അന്യനായ ഒരാൾക്ക് കൊടുക്കാൻ വലിയ മനസ്സുള്ള ഒരാൾക്കേ കഴിയും. നോക്കൂ മുകുന്ദൻ, എനിക്ക് വട്ടാണെന്നാണ് പലരും ധരിച്ചിരിക്കുന്നത്. അതെ, എനിക്കും പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എന്നാൽ എനിക്ക് വട്ടില്ല. ഇല്ല. ബാച്ചിലേഴ്സിനെ മാത്രമേ ജോലിക്ക് എടുക്കുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. നിങ്ങൾ ഇന്റർവ്യൂ ചെയ്തപ്പോ ഞാൻ ജാതകം ചോദിച്ചു. മുകുന്ദനും കരുതി കാണും എനിക്ക് വട്ടാണെന്നല്ലേ. എല്ലാത്തിന്റെയും പുറകിൽ ഒരു ഉദ്ദേശമുണ്ടായിരുന്നു. എന്റെ ജാതക പ്രകാരം 2 കൊല്ലത്തിനകം ഞാൻ മരിക്കും. എന്റെ കമ്പനി നിലനിൽക്കണം, എന്റെ മകൾ സുരക്ഷിതയായിരിക്കണം. രണ്ടിനും പറ്റിയ ഒരാളെ എനിക്ക് വേണമായിരുന്നു. കിട്ടി, എനിക്ക് അയാളെ കിട്ടി. ആശ്ചര്യപ്പെടണ്ട, ജാതക പ്രകാരം ഇവിടത്തെ മോൾക്കും മുകുന്ദനും സാർവ പൊരുത്തമുണ്ട്. എന്തു പറ്റി? മുകുന്ദ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടാത്തത്. ഏകപ്പെട്ട സ്വത്തുക്കൾ, നല്ല കിളികിളി പോലൊരു പെണ്ണ്. സന്തോഷിക്കൂ. അതെ, സന്തോഷിക്കേണ്ടതാണ്. പക്ഷേ എന്ത് പക്ഷേ? അത്ര പെട്ടെന്ന് ഇന്നല്ലല്ലോ കല്യാണം. കുറച്ചുകൂടെ നല്ലൊരു ഭർത്താവാണ് അഖിലക്ക് നല്ലത്. മുകുന്ദനാ അവൾക്ക് നല്ലത്. എനിക്ക് ഒരുപാട് പ്രായമായി, അതുകൊണ്ടാ. പ്രായം വേണം, എന്നാലേ പക്വതയുള്ള ഭർത്താവാകാൻ പറ്റൂ. എന്നാ ഞാനിനി ഒരു സത്യം പറയാം സാർ. എനിക്ക് സാറിന്റെ മകളെ ഇഷ്ടമല്ല. വെരി ഗുഡ്. അത്ര പെട്ടെന്ന് മുകുന്ദൻ അവളെ ഇഷ്ടപ്പെടരുത്. അവളുടെ വേഷവും മട്ടും ഭാവവും ഒന്നും എനിക്കും അത്ര ഇഷ്ടമല്ല. കല്യാണം കഴിഞ്ഞ് മുകുന്ദൻ അവളെ മാറ്റിയെടുക്കണം. അതല്ല സാർ പ്രശ്നം. ഒരു പ്രശ്നമില്ല, എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാം. ഞാനൊന്ന് തീരുമാനിച്ചാൽ തീരുമാനിച്ചതാണ്. ശങ്കരവാര്യയുടെ മകൾ അഖിലയുടെ ഭർത്താവ് മുകുന്ദൻ തന്നെ. കണ്ണ് രണ്ട് കല്യാണം കഴിച്ച എത്രയോ പേരെ എനിക്കറിയാം. ഒന്ന് നോക്കിയാ നല്ലൊരു പ്രപ്പോസലാണിത്. 2 തലമുറയ്ക്ക് കഴിയാനുള്ള സ്വത്ത് ഇപ്പൊ തന്നെ ഉണ്ട്. തീരെ ഒന്ന് എസ് മൂളിയാൽ മുകുന്ദൻ നാളെ ഒരു കോടീശ്വരനാ. മനുഷ്യരുടെ തീ ചവിട്ടി നിൽക്കുമ്പോൾ അവന്റെ ഒരു പുളിച്ച തമാശ. എന്റെ അടുത്ത് ചൂടാവുന്ന എന്തിന്? തന്നെ കാലെടുത്ത് തീയിലോട്ട് വെച്ചതല്ലേ. ആ പെണ്ണുമായിട്ട് ക്ലോസ് ആയിട്ട് ഇടപഴകിയപ്പോഴേ ഞാൻ വിചാരിച്ചതാ ഇത് ഗോൽമാൽ ഗുലുമാല് തന്നെ. നിന്നോട് ചോദിച്ചപ്പോ ഒരു പ്രശ്നം ഉണ്ടാവില്ല, ധൈര്യമായിട്ട് മുമ്പോട്ട് പോ എന്ന് നീ പറഞ്ഞല്ലേ? അത് ഞാൻ പറഞ്ഞു. പക്ഷെ ആ ജഡായി പെണ്ണിന് വേണ്ടി അയാള് ഭർത്താവിനെ തേടിനടക്കാന്ന് ഞാൻ അറിഞ്ഞോ? വല്ലാത്ത ഊരാക്കുടുക്കിലാ ചെന്നപ്പെട്ടത്. എല്ലാം തുറന്നു പറഞ്ഞാൽ 2 പേരുടെയും ജോലി പോകും. അത് പോട്ടെന്ന് വെക്കാം. സ്വപ്നയ്ക്ക് ചെലവായ 1.5 ലക്ഷം ഉടനെ കൊടുക്കേണ്ടി വരും. പലതും വിറ്റുപെറുക്കി അതും കൊടുക്കാമെന്ന് വെക്കാം. നുണ പറഞ്ഞതിനുള്ള ശിക്ഷ പിന്നെയും ബാക്കി കിടക്കും. അയാൾ തുളച്ചുകളെ എല്ലാത്തിനെയും. ഒരു വഴിയെ ഞാൻ കാണുന്നുള്ളൂ. ഒളിച്ചോട്ടം. ഇന്ത്യ രാജ്യത്തിന്റെ അതിർത്തി കിടക്കുക. സീതയ്ക്കും കൂടെ ഒരു വിസ ഒപ്പിക്കാൻ നോക്ക്. അതൊന്നും അത്ര എളുപ്പമല്ല. എങ്കിൽ പിന്നെ നിനക്ക് ഒരു ഭാര്യയും കൂടെ ഇരിക്കട്ടെ നോക്കാം. ഗോവിന്ദകുട്ടി, പിന്നെ എന്ത് ചെയ്യും? നീ ഇവിടെ കെട്ടിക്കോ. ചെലവാത്ത സാധനമൊക്കെ എന്റെ തലയിൽ കെട്ടി വെക്കാന്നോ? അവളുടെ കാല് പിടിച്ച് പറയുക, വല്ല വിധേന ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറാൻ. അതേ ഉള്ളൊരു മാർഗം. എന്തേ? സാർ, പലിശക്ക് പണം വാങ്ങിയാണ് ടിക്കറ്റ് എടുത്തത്. സാർ ഇങ്ങനെ പറഞ്ഞാൽ എന്റെ ട്രാവൽ ഏജൻസി കുളം തോണ്ടി പോകത്തുള്ളൂ. വിധിയെ തടുക്കാൻ ഈശ്വരന് പോലും കഴിയില്ല. എന്റെ വിധി സാറിന് മാറ്റാൻ നോക്കും. എന്റെ പേരും പറഞ്ഞ് വേറെ ആരെങ്കിലും ടിക്കറ്റ് എടുത്താൽ ഞാൻ എങ്ങനെ ഉത്തരവാദിയാകും? ഇപ്പൊ ആരടാ? ടിക്കറ്റ് ക്യാൻസൽ ചെയ്താൽ പണം മടക്കി കിട്ടുമല്ലോ. പലിശക്ക് പണം എടുത്ത് വാങ്ങിച്ച ടിക്കറ്റ് ആ പലിശ താൻ തരുമോ? താൻ മുകുന്ദൻ എന്താ വിളിച്ചത്? താനെന്നോ? അല്ല സാർ, നമ്മൾ തമ്മിലുള്ള പ്രശ്നത്തിന് ഇയാൾ കയറി ഇടപെടുന്നതിന്. ഇടപെടുപെടോ? ഇനി അങ്ങോട്ട് ഈ സ്ഥാപനത്തിന്റെ എല്ലാ ചുമതലയും മുകുന്ദനാണ്. എന്റെ മകളുടെ ഭർത്താവാകാൻ പോകുന്ന ആളാണ് മുകുന്ദൻ. മനസ്സിലായോ? സാറിന്റെ മകളുടെ? അയ്യോ സാർ, ഇയാള് കല്യാണം കഴിച്ചതാ. നിൽക്കുന്ന സ്ത്രീയാ ഇയാളുടെ ഭാര്യ. എന്താ പറഞ്ഞത്? ഞാൻ പറഞ്ഞത് എനിക്ക് അറിയാവുന്ന സത്യം, എന്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ട സത്യം. എന്റെ അമ്മാവ് സാക്ഷിയാണ്. സാറിന് വിശ്വാസമില്ലെങ്കിൽ ഞാൻ എന്റെ അമ്മാവ് വിളിച്ചോണ്ട് വരാം. അല്ലെങ്കിൽ എന്തിനാ? 1 മിനിറ്റ് സാർ. പറ, സത്യം പറ. ആ നിൽക്കുന്ന മനുഷ്യനല്ലേ ചേച്ചിയുടെ ഭർത്താവ്? സത്യം പറ, പറ, സത്യം പറ. സത്യം എന്നത് തുറന്ന് പറ. പറ, 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 സത്യം പറ, പറ. എന്റെ ഭർത്താവ് ആരാണെന്നത് താനല്ലേ നിശ്ചയിക്കേണ്ടത്. ആശ്വാസമായി. ചേച്ചി, താങ്ക് യു വെരി മച്ച്. താങ്ക് യു. ഇപ്പോൾ തീർച്ചയായും സാർ, ഗോവിന്ദൻകുട്ടി തന്നെ അവരുടെ ഭർത്താവ്. വളരെ വില കൂടിയ അരിയാണ് എനിക്ക് ഇപ്പോൾ കിട്ടിയത്. ഈ അരിയോടുകൂടി എന്റെ എല്ലാ പ്രശ്നങ്ങളും തീർന്നു. ഇതെന്റെ അമ്മാവനെ കൂടി അറിയിച്ചാൽ എന്റെ എല്ലാ റൂട്ടും ക്ലിയർ ആയി. ഇതെന്താണ്? വൃത്തിയിട്ടവൻ.
എന്റെ അമ്മേ കുഴഞ്ഞോ ഈശ്വര. അതുകൊണ്ട് നിന്റെ അമ്മാവൻ എന്റെ MD യെ കാണാൻ പാടില്ല. അഥവാ കണ്ടാൽ തന്നെ അവർ തമ്മിൽ നിന്റെ കാര്യവും എന്റെ കാര്യവും ചർച്ച ചെയ്യുന്ന ഒരു സൗഹൃദ സാഹചര്യം എന്തായാലും ഉണ്ടാവരുത്. ശ്രമിച്ചു നോക്കാം. ഫൽഗു എവിടെ ഉണ്ട്? അത് ശരി, പുറപ്പെട്ട് കഴിഞ്ഞില്ലേ? അമ്മാവനെ ഫൽഗു കാണുന്നതിന് മുമ്പ് നീ കാണണം. എന്നിട്ട് അമ്മാവന് നല്ലൊരു കിസ് കൊടുക്കണം. എടാ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങ്. ഫൽഗുനെ ഞാൻ വഴിയിലിട്ട് ബ്ലോക്ക് ചെയ്തോളാം. ഓക്കെ? അപ്പൊ എല്ലാം പറഞ്ഞ പോലെ കലക്കിക്കോണം. അതാണ് നമ്മുടെ കക്ഷി. ഫൽഗു, ഞാൻ നിന്റെ കത്തിനാണെന്ന്. എന്റെ കത്തിനോ? എനിക്ക് അയാളെ പരിചയം പോലുമില്ല. ആരാ താങ്കൾ? അയ്യോ, എന്താ പ്രശ്നം? എന്താ ഫൽഗു, എവര് പറയാ ഞാൻ ന്യൂയോർക്കിലേക്കുള്ള 50 ടിക്കറ്റിന്റെ കാശും വാങ്ങിയിട്ട് മുങ്ങി നടക്കുകയാണെന്ന്. നീ അതും ചെയ്യും അതിന്റെ അപ്പുറം ചെയ്യും. തല്ലി ചതക്കിനെ. ഞാൻ ഇവനെ പോലെ ട്രാവലേഴ്സ് നടത്തുന്നവനാ. എന്നെ പറ്റി വല്ല കംപ്ലൈന്റ്സ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? സാറിന്റെ പേരെന്തോ? ഐ ആം സേലം ഫൽഗു, പ്രൊപ്പറേറ്റർ ഓഫ് ഗായത്രി ട്രാവൽസ്. അത് ശരി. അപ്പൊ ഇവനാണ് നമ്മുടെ മൊയ്തീന് വിസ കൊടുക്കാമെന്ന് പറഞ്ഞ് കാശ് വാങ്ങിച്ചിട്ട് മുങ്ങിയത്. അറിയണ ഇവനെ. പറഞ്ഞതിലും കൂടുതൽ കാശുണ്ട്. ഹാപ്പി ആണല്ലോ? ഒരു പൊട്ടക്കിണർ, അതിനകത്ത് ചിലപ്പോ പ്രാവും കുയിലും കൂടുകൂട്ടിയെന്നിരിക്കും. വിഷം ചീറ്റുന്ന മൂർഖനും അണലിയും കണ്ടെന്നിരിക്കും. പുറമേ നിന്ന് നോക്കുമ്പോ നമ്മൾ ഇതിനെയൊന്നും കണ്ടെന്ന് വരില്ല. അതുപോലെ കാട് പിടിച്ചു കിടക്കുന്ന ഒരു പൊട്ടക്കിണറാണ് മനുഷ്യ മനസ്സ്. ശങ്കരവാര്യരുടെ മനസ്സാകുന്ന കിണറ്റിൽ എന്തൊക്കെ നിഗൂഢതകളുണ്ടെന്ന് ആരറിഞ്ഞു? മനസ്സിലായില്ല. മനസ്സിലാക്കി തരാം സാർ. ഈ അവാർഡ് പടം പോലെയാണ് മനുഷ്യന്റെ മനസ്സ്. നമ്മൾ കാണുന്നതൊന്ന്, മനസ്സിലാക്കുന്നത് മറ്റൊന്ന്, സംവിധായകൻ ഉദ്ദേശിക്കുന്നത് വേറൊന്ന്, അവാർഡ് കമ്മിറ്റി കണ്ടെത്തുന്നത് ഇതൊന്നുമല്ലാത്തതൊന്ന്. അതുപോലെ ദുരൂഹതകളുടെയും പിടികിട്ടാ വള്ളികളുടെയും ഒരു ഗുഹയാണ് എന്റെ അമ്മാവന്റെ മനസ്സ്. ഇപ്പോഴീ ഗുഹയെ പറ്റി പറയാൻ കാര്യം പറയാം സാർ. അമ്മാവ, വേറൊരാൾ അയാളുടെ മകളുടെ ഭർത്താവാക്കാൻ വേണ്ടി നമ്മുടെ ഗോവിന്ദൻകുട്ടിയെ വലവേശി പിടിക്കാൻ ശ്രമിക്കുന്നു എന്ന വാർത്ത കേട്ടാൽ അമ്മാവന്റെ പ്രതികരണം എന്തായിരിക്കും? തൽക്കാലം ഒരു പ്രതികരണത്തിന്റെ ആവശ്യമില്ലല്ലോ. ഗോവിന്ദൻകുട്ടിയെ എന്റെ മകളുമായുള്ള വിവാഹം നിശ്ചയിച്ചുറപ്പിച്ചു കഴിഞ്ഞതല്ലേ. നിശ്ചയിച്ചതൊന്നും പ്രശ്നമേ അല്ല. ഗോവിന്ദൻകുട്ടിയെ വേറൊരാൾ വേറെ കല്യാണം കഴിപ്പിക്കുന്നു. വാട്ട് വിൽ ബി യുവർ റിയാക്ഷൻ? അങ്ങനെ ഒരുത്തനും ഒന്നും ചെയ്യൂല എന്ന് എനിക്ക് ഉറപ്പുള്ളപ്പോ ഞാനെന്തിന് വെറുതെ റിയാക്ട് ചെയ്ത് എന്റെ റിയാക്ഷൻ വേസ്റ്റ് ചെയ്യണം? അല്ല, അഥവാ സാറിന്റെ ഭാവി മരുമകനെ കുൽസിത മാർഗങ്ങളിലൂടെ ഏതെങ്കിലും തെമ്മാടി സ്വന്തം മരുമകനാക്കാൻ ശ്രമിച്ചാൽ അവന്റെ തലയടിച്ച് പൊട്ടിക്കും ഞാൻ. വെരി ഗുഡ്. അടിച്ചു പൊട്ടിക്കാൻ എളുപ്പമുള്ള തലയാ. അതെന്ത്? ആള് കഷണ്ടിയാ. സാറിന്റെ ആത്മാർത്ഥ സുഹൃത്താ. ആരാണ് ദ്രോഹി? ആ ദ്രോഹിയുടെ പേര് പറഞ്ഞാൽ അമ്മാവൻ ഞെട്ടരുത്. അത് മറ്റാരുമല്ല, ശങ്കരവാര്യർ. സുകുമാരനായരോ? താൻ പറഞ്ഞത് സത്യമാണോ? അതെ സാർ. എനിക്കിട്ട് ബർമ്മ വെക്കാൻ മാത്രം വളർന്നോ? സാർ ഇപ്പൊ എന്റെ കൂടെ വരികയാണെങ്കിൽ ഞാൻ കാര്യങ്ങൾ നേരിട്ട് ബോധ്യപ്പെടുത്തി തരാം. താൻ പറഞ്ഞത് സത്യമാണെങ്കിൽ ഇന്ന് സുകുമാരന്റെ അന്ത്യം, സത്യമല്ലെങ്കിൽ നിന്റെ അന്ത്യം. അറിഞ്ഞു ഗോവിന്ദൻകുട്ടിയുടെ കല്യാണ കാര്യം. അതെ അതെ മാമ, ഇവര് വിശ്വസിക്കരുത്. കവനാണ്. ഇവന്റെ ഭാര്യയിൽ അവന്റെ ഭാര്യ, അവന്റെ ഭാര്യയിൽ ഇവന്റെ ഭാര്യ, ഇവന്റെ ഭാര്യ അവൻ കെട്ടിയാലും അവന്റെ ഭാര്യ ഇവൻ കെട്ടിയാലും ഇവന്റെ ഭാര്യ അവന്റെ ഭാര്യ ആവുമ്പോ എന്തായാലും നിന്റെ ഭാര്യ തമിഴത്ത് തന്നെ. അമ്മാവക്കർ, സാറുമായിട്ട് ഇത്രയും നല്ലൊരു ആത്മബന്ധം ഉണ്ടായിട്ടും ഇങ്ങനെയൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ അത് ശരിക്കും ചതി തന്നെയാണ്. വെറുതെ വിടരുത് അയാളെ. അത് തന്നെയാണ് സാർ ഞാനും പറയുന്നത്. നാട്ടിൽ വേറെ എത്ര ആണുങ്ങളുണ്ട്. എന്നിട്ടും അമ്മാവന്റെ മോളുമായി മോതിരം മാറ്റം വരെ നടത്തിയ ഗോവിന്ദൻകുട്ടിയെ തന്നെ പാട്ടിലാക്കുക എന്ന് വെച്ചാൽ എന്താ? നിങ്ങൾ തമ്മിൽ പൂർവ്വ വൈരാഗ്യം വല്ലതും ഉണ്ടോ? ഉണ്ടാവണമല്ലോ. ഇല്ലെങ്കിൽ ഇങ്ങനെ ഒരു നാറിയ പണി അയാൾ ചെയ്യോ? അവൻ നാറിയാണെങ്കിലേ ഞാൻ പരമ നാറിയാണ്. അതവന് ഞാൻ മനസ്സിലാക്കി കൊടുക്കാം. അവൻ എന്നെ ശരിക്കും അറിയാഞ്ഞിട്ടാ. എന്നോട് കളിച്ചാൽ അവനെ മാത്രമല്ല അവന്റെ കുടുംബം മുഴുവൻ ഞാൻ കൊളം തോണ്ടും. കണ്ടോ സാർ, ഇപ്പൊ എങ്ങനെയുണ്ട്? മരുമകനാക്കാൻ വേണ്ടി 24 മണിക്കൂറും കൂടെ കൊണ്ട് നടക്കുക. ഇതിനെ ചാക്കിട്ട് പിടുത്തന്നല്ല എന്താ പറയാ? ഇങ്ങനെ എപ്പോഴും കൂടെ കൊണ്ടു നടക്കാൻ മുകുന്ദൻ എന്താ അങ്ങയുടെ കെട്ടിയോളാണോ? വേണ്ട സാർ, സാഹസമൊന്നും കാണിക്കണ്ട. അഹിംസയായിരിക്കണം നമ്മുടെ ആയുധം. കുട്ടി, ആ ജിറാഫിന്റെ ചേടത്തൊന്ന് പൊട്ടിച്ചില്ലെങ്കിൽ എനിക്ക് ഉറക്കം വരത്തില്ല. എന്നാ പിന്നെ സാറിന്റെ ഇഷ്ടം. എടാ തെണ്ടി, എന്നെ നിനക്ക് ശരിക്കും അറിയില്ല. ഈ മാന്യതയൊക്കെ എന്റെ പുറം മോടിയാണ്. തെറ്റിയാ ഞാൻ വെറും ചെറ്റയാ. നീ ചെറ്റയാണെങ്കിൽ അതിലും വലിയ തൊട്ടിയാണടാ ജിറാഫെ. അത് പ്രത്യേകിച്ച് പറയണ്ട. ആ നെറ്റിയിൽ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. ഓ, ഒരു മാന്യൻ.
പണ്ട് കോളേജിലെ മണി അഴിച്ചോണ്ട് വിറ്റ് വെള്ളം അടിച്ചവനല്ല തെണ്ടി നീ കള്ള കാഫറെ ജിറാഫെ. ലേഡീസ് ഹോസ്റ്റലിലെ പെൺവേഷത്തിൽ കയറി വാച്ചറുടെ നെടികൊണ്ട് 3 മാസം ആശുപത്രി കിടന്നവനല്ലടാ ചേച്ചി. അതെടാ ഞാൻ ഇനി 6 മാസം കിടക്കും. ഞാൻ ഇനിയും പെർമിഷൻ കെട്ടും. നിനക്ക് എന്നെ എന്ത് ചെയ്യാൻ പറ്റൂടാ? ചെയ്യടാ. എന്നാ ചെയ്. പന്നി നീയല്ലേടാ അന്ന് എന്നെ സാരി ഉടുപ്പിച്ച്? നീയല്ലേടാ എന്റെ ബ്ലൗസിന്റെ ഹൂക്കിട്ടത്? അത് ശരി. അരിയും തിന്ന് ആശാരിച്ച് നീ കടിച്ചിട്ട് ഏത് ആശാരിച്ചേടാ ഞാൻ കടിച്ചത്? പാടുപെട്ട എന്റെ മോക്ക് ഞാനൊരു ചെറുക്കനെ കണ്ടുപിടിച്ചപ്പോ അവനെ തന്നെ നിനക്ക് വേണം അല്ലടാ തെണ്ടി. അതേടോ അവനെ ഞാൻ എടുത്ത താൻ എന്നെ ഞൊട്ടുപോടോ. എങ്കിൽ പിന്നെ അത് തന്നെ എനിക്കൊന്ന് കാണണം. അതിന് വെച്ച വെള്ളം വാങ്ങി വെച്ചേ. അതിനു മുമ്പ് അവനെ എന്റെ പരിപാടിയാക്കി ഞാൻ എന്നെ ഒരു പല്ലും ചെയ്യില്ലടോ. സത്യം പറയുമ്പോ മാമൻ ഞെട്ടരുത്. ഈ ഗോവിന്ദൻകുട്ടി വേറെ കല്യാണം ഞാൻ കഴിക്കണമെന്നോ? അതിന് എന്നെ കിട്ടൂലടാ അമ്മാവ. ഇവ എം ഡിയുടെ ആളാ. കാശ് മാറ്റോണ്ട് ഇവൻ വേറെ കല്യാണം കഴിക്കണമെന്ന് പറയാം. എം ഡി അല്ല ഏത് തെണ്ടി പറഞ്ഞാലും ഞാൻ അമ്മാവന്റെ മോളെ കെട്ടു. അതാണ് എന്റെ കണ്ടീഷൻ. വേറൊരു മാമൻ പോലെ ഇല്ല മാമ. വണ്ടി എടുക്കാൻ.